വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നതേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ റിലാക്സിങ് ആയിട്ട് നമുക്കിവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന സമയത്ത്. എന്നാൽ നമുക്ക് നല്ല ഒരു തണലോടെ നിന്ന് ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ ആസ്വദിക്കുവാനും ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കാരണം നമ്മൾ വന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, വളരെ ക്ലീൻ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല തണലുണ്ടായിരുന്നു. ഒരുപാട് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു തണുത്ത കാറ്റും ആ ബീച്ചിൻ്റെ ഒരു വ്യൂവും ഒക്കെ ഒരു ആക്ച്വലി ഒരു മാജിക്കൽ വ്യൂ പോയിൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നമുക്കിവിടെ ഇരുന്ന് നല്ല തണുത്ത കാറ്റും നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം നമ്മൾ ഇവിടെ ഫുൾ കാടാണ്. കാടിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഈ ശാന്തമായിട്ട് ഇവിടെ ഇരുന്ന് ആ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ശരിക്കും നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ ഇങ്ങോട്ട് വരുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരിക്കലും അവിടെ കൊണ്ട് വേസ്റ്റ് ഇടുകയോ അവിടെ നീറ്റല്ലാതെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അവിടെ പോകുമ്പം നമുക്ക് ആ ഒരു ശാന്തതയൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഇപ്പം നമ്മൾ വന്ന സമയത്ത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന മരങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടായിരുന്നേ. എനിക്കിതൊന്നും ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഈ സ്ഥലത്തോട്ട് ഇറങ്ങി വരാഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീക്കെൻഡൊക്കെ ആയിട്ട് ഒത്തിരി നമ്മളിങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു സ്പോട്ടാണ്. ആക്ച്വലി ഈ ബീച്ചിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇവിടെ നിന്ന് ഫുൾ ബീച്ചിൻ്റെ വ്യൂവും സൂപ്പറാണ്. അതുപോലെ തന്നെ ഈ മരങ്ങളും ഈ തെങ്ങും അതുപോലെ തന്നെ നമ്മൾ ആ കുറച്ച് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അവിടെ ആ കാടും മരങ്ങളും എല്ലാം കൂടെ നല്ല സൂപ്പറായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ആ സ്ഥലം വിട്ടു പോകുന്നത്. അപ്പോൾ ഏത് സമയത്ത് വന്നാലും നമുക്ക് നല്ല തണലാണ്. അവിടെ മുഴുവൻ മരങ്ങളായതുകൊണ്ട് നമുക്ക് ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് ശാന്തമായിട്ടിരുന്നത് ആസ്വദിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ പോകുന്ന ചെറിയ ചെറിയ സ്പോട്ട്, നമ്മുടെ ഈ ചെറിയ നമ്മുടെ ട്രിപ്പും വീക്കെൻഡിലൊക്കെ നമുക്ക് 1 ഡേ ട്രിപ്പായിട്ടൊക്കെ പോകാൻ പറ്റുന്ന പ്ലേസൊക്കെ നമ്മൾ ഈ നമ്മുടെ ചെറിയ വ്ളോഗിലൂടെ നമ്മൾ പരിചയപ്പെടുത്തും. എനിക്ക് ഇതുവരെ പോയതിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലേസ് നമുക്ക് പറയാൻ പറ്റുമേ. നമ്മൾ എന്താണെങ്കിലും നമുക്ക് നല്ല റിലാക്സിങ് ആയി, നമ്മൾ നല്ല റിഫ്രഷിങ് ആയിട്ട് ഒരുപാട് സമയം, ആൾക്കാരും ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ മരങ്ങളൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിരുന്നു. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമ്മളവിടെ പോയത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ശാന്തമായിട്ട് നമുക്ക് മരത്തിൻ്റെ തണലൊക്കെ കൊണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലേസാണിത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പിൽ നമ്മൾ വേറൊരു വീഡിയോസ് ഇതിനോട് ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ പോയിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ അതെടുത്ത് കണ്ടാൽ മതി. അതിനോട് ചേർന്ന് തന്നെയുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇത്. നമ്മൾ തൊട്ട് ഫ്രണ്ടിലിട്ട വീഡിയോയിൽ നമ്മൾ പറയുന്ന ആ ഒരു സ്ഥലത്തോട് ചേർന്ന് തന്നെ കുറച്ചൊരു ഒരു 100 മീറ്റർ ദൂരം കുറച്ച് ഉള്ളിലോട്ട് കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്പോട്ടാണിത്. നല്ല കാടിനുള്ളിൽ നമുക്ക് ബീച്ചിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. ഇതുപോലെ നമ്മൾ അടിപൊളി ഒരു കിടിലൻ സ്പോട്ടുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ആക്ച്വലി ഈ സ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആഴിമല ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു